എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ് ഫെയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് കണ്ടന്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ ഓരോ കണ്ടന്റുകളും നമ്മൾ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നത് അതിനെക്കുറിച്ച് റെഫർ ചെയ്തും പഠിച്ചിട്ടുമാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ അറിവുകളും നമ്മളെ വിശ്വസിച്ച് വരുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ ആത്യന്തികമായി സന്തോഷിക്കുന്നു. ജീവിതത്തില് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും മുമ്പിൽ വരുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ വിനിയോഗിക്കുവാനും ലഭിക്കുന്ന മാക്സിമം റിസോഴ്സസിനെ ഉപയോഗിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിത വിജയം കൈവരിക്കാനും കഴിയും എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലിൽ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വ്യൂവേഴ്സിനോടുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആ വീഡിയോസ് കയറി കാണുക. അതിലെ ഒരു വാക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്നതിൽ ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായി വീഡിയോ കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിലെ വീഡിയോസ് പൂർണ്ണമായും കാണുകയും അതുപോലെ തന്നെ അതിലുള്ള കണ്ടന്റുകൾ നിങ്ങളിൽ ആർക്കെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കോ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ തമ്പനയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മെഡിറ്റേഷൻ അഥവാ ധ്യാനം, അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടുമാണ്. എന്താണ് മെഡിറ്റേഷൻ? എന്താണ് ധ്യാനം? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും എപ്പോഴും കണക്റ്റഡ് ആണ്. നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന വീക്ക്നെസ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു. അതേപോലെ മനസ്സിനുണ്ടാവുന്ന മുറിവുകളും നമ്മുടെ ശരീരത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വൈബ്രേഷൻ കുറയുന്നതും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കാത്തതും ഹാപ്പിനെസ് ഫീൽ ചെയ്യാത്തതും. ചില രോഗാവസ്ഥകളുമായിട്ട് ആശുപത്രികളിൽ പോകുന്ന രോഗികളോട് ഡോക്ടർമാർ പറയാറുണ്ട്, മരുന്നുകൾ കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളുടെ മനസ്സിന് ധൈര്യം കൊടുക്കൂ. കൂട്ടത്തിലുള്ള ആൾക്കാരോട് ഡോക്ടേഴ്സ് പറയും, നിങ്ങൾ അവരെ മാക്സിമം സന്തോഷത്തിൽ കീപ്പ് ചെയ്യൂ, സന്തോഷിപ്പിക്കൂ, അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സ് സന്തോഷമായിരുന്നാൽ ശരീരത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടും. മെഡിറ്റേഷൻ എന്ന പ്രോസസ്സിൽ കൂടെ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്നും നമ്മുടെ മൈൻഡിനെ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്തുകൊണ്ട്, വേർപെടുത്തിക്കൊണ്ട് മനസ്സിലുണ്ടാകുന്ന ആവശ്യവും അനാവശ്യമായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനത്തിലിരിക്കുമ്പോൾ സ്ഥിരമായി ധ്യാനം ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നു. ഒന്നാമതായിട്ട് തന്നെ അവരുടെ ആരോഗ്യനില മെച്ചപ്പെടും എന്നുള്ളതാണ്. എന്തൊക്കെ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളായിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളായിക്കോട്ടെ, അവരുടെ ആരോഗ്യനില എപ്പോഴും തൃപ്തികരമായിരിക്കും. അവരിലേക്ക് അധികം രോഗങ്ങൾ കടന്നു വരില്ല എന്നുള്ളത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. നിങ്ങളുടെ മാനസികാരോഗ്യനില മെച്ചപ്പെടും. കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യവും മെച്ചപ്പെടും. നിങ്ങളുടെ ഏകാഗ്രത, കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കും. ക്ഷമാശീലം കൈവരും. ക്ഷമയുടെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം. ഭയം എന്നുള്ള കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടകലും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. മുന്നിലേക്ക് വരുന്ന ഓരോ സാഹചര്യങ്ങളെയും ഉപായത്തോടെ, കോൺഫിഡൻസോടെ ഫേസ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി പവർ നിങ്ങൾക്ക് കൈവരുന്നതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് ദീർഘമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഉറക്കം ലഭിക്കും. മറ്റു പല രോഗാവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ഉണ്ടാവും. അതുപോലെ തന്നെ മൈഗ്രെയിൻ പോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുകയും പൂർണ്ണമായും അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും മാറ്റം സംഭവിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെഡിറ്റേഷൻ ഒത്തിരി ഉപയോഗങ്ങൾ കൊണ്ടു കൊടുക്കുന്നു എന്നത്. അതെന്താന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ കാണാം. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരമായി കാണുക, സപ്പോർട്ട് ചെയ്യുക. ടിൽ ദെൻ, സൈനിങ് ഓഫ്, മിഥുൻ.